അൽ അദ്ഇയത്തു വൽ അദ്കാർ, ദിക്റുകളും ദുആകളും. ഓഡിയോ നമ്പർ 6. നവവി റഹ്മഹുല്ലാ അവരുടെ അൽ അദ്കാറിൽ നിന്ന് ജാമിഉ ദഅവാത്ത് സമഗ്രമായ ചില പ്രാർത്ഥനകൾ തുടരുന്നു. 26. കടം വീടാനുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇക്ഫിനി ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ ക്ഫിനി, നീ എനിക്ക് മതിയാക്കണേ, ബി ഹലാലിക്ക നിൻ്റെ ഹലാൽ നീ അനുവദിച്ചത് കൊണ്ട്, അൻ ഹറാമിക്ക നീ നിഷിദ്ധമാക്കിയതിനെതിരെ അല്ലെങ്കിൽ നീ നിഷിദ്ധമാക്കിയതിനെ തൊട്ട്, വ അഗ്നിനി നീ ഐശ്വര്യവാനാക്കണേ എന്നെ, ബി ഫദ്ലിക നിൻ്റെ ഔദാര്യം കൊണ്ട്, അമ്മൻ സിവാഖ് നീ അല്ലാത്തതിനെ തൊട്ട്. അപ്പോൾ ശരീരത്തിൻ്റെ ഇച്ഛകൾ പിൻപറ്റുക, അത്യാഗ്രഹം ആർഭാടം കാരണം ഹറാം ഏതാണ് ഹലാൽ ഏതാണ് എന്ന് നോക്കാതെ ജീവിക്കുന്നതിൽ നിന്ന് മാറി അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യുക, ഹറാമായതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന. അതേപോലെ അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വ അഇദ്നി മിൻ ശർരി നഫ്സി. 27. അല്ലാഹുമ്മ അല്ലാഹു അൽഹിംനി നീ എനിക്ക് തോന്നിപ്പിച്ചു തരണേ, റുഷ്ദി എൻ്റെ മാർഗദർശനം, എനിക്ക് ഉള്ള ശരിയായ മാർഗദർശനം, വ അഇദ്നി നീ എനിക്ക് കാവൽ നൽകണേ, മിൻ ശർരി നഫ്സി എൻ്റെ നഫ്സിൻ്റെ എൻ്റെ ആത്മാവിൻ്റെ തിന്മയിൽ നിന്നും തിർമുതി. 28. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമല അല്ലദി യുബല്ലിഗുനി ഹുബ്ബക. അല്ലാഹുമ്മ ഇജ്അൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വ അഹ്ലി വ മിനൽ മാഇൽ ബാരിദ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക നിശ്ചയം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഹുബ്ബക നിൻ്റെ സ്നേഹം, നിൻ്റെ ഇഷ്ടം എനിക്കുണ്ടാവാൻ, വഹുബ്ബ മൻ യുഹിബ്ബുക നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവും നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും, വൽ അമലല്ലദി യുബല്ലിഗുനി ഹുബ്ബക നിൻ്റെ സ്നേഹം പ്രാപ്യമാകുന്ന കർമ്മവും, അതായത് നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ അതെനിക്ക് ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവാൻ, അതിന് സന്മാനമുണ്ടാവാനൊക്കെ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇജ്അൽ ഹുബ്ബക ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ ഇജ്അൽ ഹുബ്ബക അല്ലാഹുവേ നീ നിൻ്റെ സ്നേഹത്തെ ആക്കണമേ, അഹബ്ബ ഇലയ്യ അതായത് നിന്നോട് എനിക്കുള്ള സ്നേഹത്തെ നീ ആക്കണേ, അഹബ്ബ ഇലയ്യ എനിക്ക് ഏറ്റവും പ്രിയങ്കരമാക്കണേ, മിൻ നഫ്സി എൻ്റെ നഫ്സിനേക്കാൾ പ്രിയങ്കരമാക്കണേ, വഹ്ലി എൻ്റെ കുടുംബത്തേക്കാൾ പ്രിയങ്കരമാക്കണേ, കുടുംബത്തെക്കാളും, വമിനൽ മാഇൽ ബാരിദ് തണുത്ത വെള്ളത്തെക്കാളും എനിക്ക് പ്രിയങ്കരമാക്കണമേ നിന്നോടുള്ള ഇഷ്ടത്തെ. 29. മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം തദവസരത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇത് പ്രത്യേകം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്, സുനൻ തിർമിദിയിൽ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത അല്ലാഹുവിനോട് പറയണം, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, സുബ്ഹാനക നീ പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ നിശ്ചയം ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന്. 30. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയ്യുക മുഹമ്മദുൻ വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ ബിക മിൻഹു നബിയ്യുക മുഹമ്മദുൻ വഅൻതൽ മുസ്തആൻ വഅലൈക്കൽ ബലാഗ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ താങ്കൾ കുറേ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങൾക്കൊന്നും അത് ഹിഫ്ളായിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോടി, അതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത് എന്ന് പറഞ്ഞു. എന്താണത്? ആ പ്രാർത്ഥന അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നാ നസ്അലുക നിശ്ചയം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയ്യുക മുഹമ്മദുൻ നിൻ്റെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് ചോദിച്ച എല്ലാ നന്മകളിൽ നിന്നും, വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ ബിക മിൻഹു നബിയ്യുക മുഹമ്മദുൻ വനഊദു ബിക നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു, മിൻ ശർരി മാ ഇസ്തആദ ബിക മിൻഹു നബിയ്യുക മുഹമ്മദുൻ നിൻ്റെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് കാവൽ തേടി എന്തെല്ലാം തിന്മകളുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങളും കാവൽ തേടുന്നു. വഅൻതൽ മുസ്തആൻ നീയാണ് സഹായം തേടപ്പെടുന്നവൻ, അതായത് നിന്നോടാണ് സഹായം തേടുക, നിന്നോട് മാത്രം. വഅലൈക്കൽ ബലാഗ് നിൻ്റെ മേലിലാണ്, നീയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്.
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നീ അല്ലാതെ ഒരു തെറ്റൽ, ഒരു ചേഞ്ചില്ല, നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഇല്ല. അതായത് ബുദ്ധിമുട്ടുകളും പാപങ്ങളും തടയാനുള്ള ശക്തി, ഉപകാരം നേടാൻ ഒക്കെ, അള്ളാഹുവിന് വഴിപ്പെടാനൊക്കെ ഉള്ള കഴിവ്, ഇതൊക്കെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അവൻ്റെ സഹായം കൊണ്ടല്ലാതെ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് നിങ്ങൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക പ്രാർത്ഥനകളിൽ നിന്ന്. യാദൽ ജലാലി വൽ ഇക്റാം എന്ന് ധാരാളമായി ചൊല്ലൽ അങ്ങനെ സുന്നത്തുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ, ദിക്റുകളിൽ കാണാം, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ഇസ്തിഗ്ഫാർ, അത് 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞ ശേഷം ഇങ്ങനെ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതസ്സലാം, നീയാണ് ശാന്തി, നീയാണ് രക്ഷ, അസ്സലാം വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ശാന്തി രക്ഷ, തബാറക്ത, നീ അനുഗ്രഹം ഉടയനാണ്, യാ ദൽ ജലാലി വൽ ഇക്റാം, ജലാലിയത്ത് ആദരവും, ഇക്റാം ഔന്നത്യവും ഉടയവനെ എന്ന്. ജലാലിയത്ത് മഹത്വം എന്നൊക്കെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലി വൽ ഇക്റാം എന്നത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം അല്ലെങ്കിൽ തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം എന്നാണ്. ഇതല്ലാതെ വേറെ പലതും കൂടി കൂട്ടിച്ചേർത്ത് വെയിലേക്ക് എറിജു സലാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പ്രാർത്ഥിക്കാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്ന സംഗതി അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹദീസിൽ വന്നതുപോലെയാണ് പ്രത്യേകം നിശ്ചിത ദിക്റുകളെടുത്ത് ചൊല്ലേണ്ടത്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ എന്ന നിലയ്ക്ക് ചെല്ലുമ്പോൾ അത് ഹദീസിൽ വന്ന പോലെ തന്നെ ചൊല്ലണം. അത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം എന്നതാണ്.